ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സാറിന് എത്ര വേണമെന്ന് പറഞ്ഞാൽ മതി, അത് ഞാൻ അക്കൗണ്ടിൽ ഇട്ടേക്കാം. അയ്യോ, അങ്ങനെയൊന്നും ചെയ്തേക്കല്ലേ. വല്ല ഇഡിക്കാരും വന്ന് കയറിയാലേ അതൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളാ. അതുകൊണ്ട് അതൊക്കെ എങ്ങനെ വേണോന്ന് ഞാൻ പിന്നെ പറയാം. അതനുസരിച്ച് അങ്ങ് ചെയ്താ മതി. ഹാർട്ട് പേഷ്യന്റാ, അതിനെക്കുറിച്ചൊരു ഓർമ്മ വേണം. അത് നിങ്ങൾക്ക് അറിയാൻ വയ്യാനിട്ടാ. പോലീസുകാര് പ്രതികളെ ചോദ്യം ചെയ്യുന്നതിന് അവർക്ക് അവരുടേതായ രീതികളുണ്ട്. എത്ര കരുത്തുള്ളവനായാലും ഞങ്ങളുടെ ലോക്കപ്പിനകത്ത് വന്ന് കയറിയ ആ ശക്തിയൊക്കെ താനെ അങ്ങ് പോവും. അങ്ങനെ നോക്കുമ്പോ ഈ കാര്യത്തില് എനിക്കൊരു 5 മിനിറ്റ് തികച്ചു വേണ്ട. കോടതിയിൽ ഹാജരാക്കുമ്പോ മുറിവും ചതവും ഒന്നും ഉണ്ടാവരുത്. അതൊക്കെ എന്നോട് പ്രത്യേകം പറയണോ സർ? നിങ്ങൾ ചെല്ല്, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. താങ്ക് യു സർ. ഓ ആയിക്കോട്ടെ. ഇനി വക്കീലിനെ കൊണ്ട് വന്നിട്ട് ഒരു കാര്യമില്ല. അച്ഛനെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. സേതുമാധവൻ സാറിന്റെ മകനാണ് അല്ലേ? അതെ. ഞാൻ അഡ്വക്കേറ്റ് മഹേശ്വരൻ പോറ്റി. വിഷമിക്കേണ്ട, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവന്തിക എന്നോട് പറഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ജാമ്യം കിട്ടാനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്തോളാം. പോട്ടെ ഭദ്രമക്കീലേ, കാണാം. സച്ചി, ഇത് നോക്കിയേ. സാർ നടന്നോളൂ, എനിക്ക് അവന്റെ അടുത്തോട് കുറച്ച് സംസാരിക്കാം. ഓക്കെ ഓക്കെ. അച്ഛന് ജാമ്യം എടുക്കാൻ ആദ്യം തന്നെ അവന്റെ അടുത്ത് വക്കീലിനെ കൂട്ടി വന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അഡ്വക്കേറ്റ് മഹേശ്വരൻ പോറ്റി വളരെ സീനിയർ ആയിട്ടുള്ള ക്രിമിനൽ ലോയറാ. ഈ കേസിൽ നിന്ന് അദ്ദേഹം അച്ഛനെ ഈസി ആയിട്ട് പുറത്തു കൊണ്ടുവരും. എന്താ, നിനക്കതിൽ സംശയമുണ്ടോ? എനിക്കെന്ത് സംശയം? പക്ഷേ പോലീസ് അച്ഛനെ അറസ്റ്റ് ചെയ്തോണ്ട് പോരുമ്പോ നിങ്ങൾ കാണിച്ച ഓവർ ഡ്രാമയില്ലേ, അതിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നോന്ന് എനിക്ക് സംശയമുണ്ട്. അത് നിനക്ക് എന്നോടുള്ള അസൂയ കൊണ്ട് തോന്നുന്നതാ. അച്ഛനോടുള്ള എന്റെ ആത്മാർത്ഥത എത്ര വലുതാണെന്ന് നീ ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ. ഇനി നിന്റെ ഒരു സഹായം അച്ഛന് ആവശ്യമില്ല. നീ അച്ഛനെ കാണാൻ വന്നതല്ലേ, ചെന്ന് കണ്ടിട്ട് വാ.